സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വാക്യമായിട്ട് വരികയാണ്. സങ്കീർത്തന പുസ്തകം 34-ൻ്റെ 6-ാം വാക്യം. അതിങ്ങനെയാണ്, ഞാൻ വായിക്കാം. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഇത് 3 രീതിയിലാണ് പറയുന്നത്. നിലവിളിച്ചു, കേട്ടു, രക്ഷിച്ചു. പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഈ 3 ടെൻസിലാണ് പറയുന്നത്. പക്ഷേ ഞാനിവിടെ ഗ്രാമർ പറയാനല്ല വന്നത്. അതിലൊരു ഭാഗത്ത് മാത്രം പറയുകയാണ്. യഹോവ കേട്ടു. യഹോവ കേൾക്കുമോ? അതാണ്. യഹോവ എങ്ങനെ കേൾക്കും? നമുക്ക് ചിന്തിക്കാം. നമ്മളിതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയത് പ്രകാശത്തെയാണ്. പ്രകാശത്തിൻ്റെ വേഗതയാണ് 3 ലക്ഷം കിലോമീറ്ററാണ്. നമ്മളൊരു 30 പ്രകാശവർഷം അകലെയുള്ള ഒരു പ്ലാനറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമുക്ക് പ്രകാശം പോവുകയാണെങ്കിൽ 30 വർഷം വേണ്ടി വരും. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷെ നമ്മളത് മനസ്സിലവിടെ പോയിന്റ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് അവിടേക്ക് നമുക്ക് പോകുവാൻ വെറും സെക്കൻഡുകൾ മാത്രം മതി. അതുപോലെയാണ് നമ്മൾ മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം അത് കേൾക്കും. അപ്പോൾ തന്നെ നമ്മളെ വിടുവിക്കും. ഇത് പറഞ്ഞത് ദാവീദ് രാജാവാണ്. ദാവീദ് രാജാവിനെ പറ്റി പറയുകയാണെങ്കിൽ, അബ്രഹാം തൊട്ട് ദാവീദ് വരെയും 14 തലമുറയും, അത് കഴിഞ്ഞ് ബാബേൽ പ്രവാസം വരെ 14, അത് കഴിഞ്ഞ് ക്രിസ്തു വരെ 14-മാണ്. ഈ ദാവീദിന് അഭിഷേകമുള്ള ഒരു ആളാണ്, ദൈവം തിരഞ്ഞെടുത്ത ഒരാളാണ്. അപ്പോൾ ദാവീദ് മഹാരാജാവാണ്, ഗോലിയാത്തിനെ കൊന്ന ആളാണ്, ഇസ്രായേലിനെ രക്ഷിച്ച ആളാണ്. ആ രക്ഷിച്ച ആൾ പറഞ്ഞത് എളിയവൻ നിലവിളിച്ചു എന്നാണ്. നമ്മളിപ്പോൾ എത്ര സാമ്പത്തികമായിട്ടോ എത്ര വിദ്യാഭ്യാസപരമായിട്ടോ ശക്തിപരമായിട്ടോ നിന്നാലും ദൈവത്തിന് മുമ്പിൽ നമ്മൾ എളിയവരായി നിൽക്കുക. അപ്പോൾ ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലോ നമ്മൾ രോഗത്തിൻ്റെ പീഡകളിലോ പൈശാചിക ബന്ധനങ്ങളിലോ എല്ലാം ബുദ്ധിമുട്ടുകയായിരിക്കും. നമ്മൾ ഒരു എളിയവനെ പോലെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതായിരിക്കും. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചുണ്ടനക്കുമ്പോൾ തന്നെ അത് ദൈവം കേൾക്കുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാനിത് നിർത്തുന്നു.